ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോണത് താരനെ പറ്റിയാണ്, അല്ലെങ്കിൽ ഡാൻഡ്രഫിനെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സാധനമാണ്. എനിക്കൊക്കെ സ്കൂൾ ടൈം മുതലേ ഉള്ള ഒരു സാധനമാണ്. അത് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഉള്ളവർക്ക് അത് എങ്ങനെ കളയാം, ഇതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, താരൻ വന്നു എന്ന് വെച്ചിട്ട് അത് കളയാൻ വേണ്ടി കുറേ അങ്ങനെ ഒന്നുമില്ല. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കളയാൻ പറ്റുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ നമുക്കതിനെ കൺസിസ്റ്റൻ്റ്ലി അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ താരൻ എന്ന് പറയുന്നത്. അപ്പം എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സ്കൂൾ ടൈം മുതൽ താരനൊരു പ്രശ്നമാണ്. അപ്പം ഞാൻ പാർലറിലൊക്കെ പോകുമ്പോൾ അവർ പറയണത് ഹോട്ട് ഓയിൽ മസാജ് ചെയ്താൽ ശരിയാവും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കുറേ പൈസ കളഞ്ഞതുമാണ്. പക്ഷേ ഈ ഒരു 2 കൊല്ലം മുന്നെയാണ് ഞാൻ ശരിക്കും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ഇതങ്ങനെയാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ സൊല്യൂഷനാണ്, താരന് എസ്പെഷ്യലി ഓയിലി ഹെയർ ടൈപ്പുള്ള ആൾക്കാർ അതിൻ്റെ മേലെ കൂടെ എണ്ണ തേച്ച് കഴിഞ്ഞാൽ താരൻ കൂടുക അല്ലാണ്ട് അത് കുറയില്ല, ഭയങ്കരമായിട്ട് അത് കൂടുകയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും കാലം കേട്ടേക്കണം, നമ്മുടെ വീട്ടുകാരൊക്കെ പറയുന്ന ഒരു സംഭവമാണ് എണ്ണ തേച്ച് കുളിക്കുക, താരനുണ്ടെങ്കിൽ എണ്ണ തേച്ച് കളയുക. ഞാനും ചെയ്തിട്ടുള്ളതാണ്. ബട്ട് ഓണസ്റ്റ്ലി അതിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റാണ്, താരൻ കൂടുകയാണ് ഉള്ളത്. ഇതെങ്ങനെയാണ് ഇത് നമുക്ക് ഉള്ളവർക്ക് താരനുള്ളവർക്ക് അതെങ്ങനെ കളയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. സോ ബേസിക്കലി നമ്മുടെ ഹെയറിൻ്റെ ഒരു നമ്മുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓയിൽ സെക്രീഷൻസ് ഉണ്ടാവും. ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഹെയർ. ചിലവർക്ക് അത് കുറവായിരിക്കും, ചിലവർക്ക് അത് കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് ഓയിലി ഹെയർ ടൈപ്പ് എന്ന് പറയുന്നത്. എൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓയിൽ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹെയർ ടൈപ്പാണ്. അതായത് ഇപ്പം ഇന്ന് ഞാൻ ഷാമ്പൂ കുളിച്ച് തലയെ കുളിച്ച് കഴിഞ്ഞാൽ നാളെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പതിഞ്ഞ് എണ്ണ മയം വരുന്ന ഒരു ടൈപ്പ് ഇതാണ്. അങ്ങനെയുള്ളവരായിരിക്കും, കുറേ പേര് അങ്ങനെയുള്ളവരുണ്ടാവും. ചിലവർക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അത് വരണത്. അപ്പോൾ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ടൈപ്പുള്ള ഹെയർ ടൈപ്പ് ഉള്ളവർക്ക് താരൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. നമ്മൾ എണ്ണ വരുമ്പം അതിൻ്റെ മേളിൽ കൂടെ എണ്ണ ഒഴിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ എണ്ണേനെ കളയണം. എങ്ങനെ നമുക്ക് കളയാൻ പറ്റും? സിമ്പിളാണ്. നന്നായിട്ട് ഷാമ്പു ഉപയോഗിച്ച് തല കഴുകുക. അത് ഞാനൊക്കെ ഒരു ടൈമായപ്പം ആഴ്ചയിൽ 1 ദിവസം തല കുളിക്കുക, 2 ദിവസം തല കുളിക്കുക, അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിയിരുന്നു. പക്ഷെ അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. നമ്മൾ ആഴ്ചയിൽ, പ്രത്യേകിച്ച് നല്ല താരനുള്ള ഓയിലി ടൈപ്പുള്ള ആൾക്കാരാണെങ്കിൽ ആഴ്ചയിൽ മിനിമം ഒരു 4 പ്രാവശ്യമെങ്കിലും തല കുളിക്കാൻ നോക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഗ്യാരണ്ടി താരൻ കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് താരൻ നന്നായിട്ട് കുറയും, നമുക്ക് നന്നായിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ നമ്മൾ ഈ ഷാമ്പൂവിൻ്റെ കേസ് വരുമ്പം, താരൻ ഇപ്പം നിങ്ങളുടെ തലയിൽ ഇഷ്ടം പോലെ ഭയങ്കര താരനാണ്, ഇവിടെയൊക്കെ താരനാണ്, അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പം നിൽക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല. ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ എണ്ണ ഒഴിവാക്കുക, തലയിൽ തേക്കണത്. വേണമെങ്കിൽ ഈ മുടിയുടെ പുറത്തൊക്കെ തേച്ചോളൂ, എന്നിട്ട് അപ്പം തന്നെ കഴുകിക്കളഞ്ഞോളൂ. പക്ഷേ ഈ തലയിൽ എണ്ണ ഇട്ട് കിടന്ന് ഉറങ്ങുക, തല എണ്ണ തേച്ച് 2-3 മണിക്കൂറൊക്കെ, അതൊക്കെ ഒഴിവാക്കാൻ നോക്കുക. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിലുള്ള ഷാമ്പൂ, അതിപ്പോൾ ഏത് ഷാമ്പൂ എന്നൊന്നും ഞാൻ പറയാനുള്ളത്, നമ്മുടെ ഏത് നോർമൽ ഷാമ്പൂ ആണെങ്കിലും കുഴപ്പമില്ല, അത് ഒരു അളവെടുത്തിട്ട് നന്നായിട്ട് അത് വെച്ച് തല കുളിക്കുക. ഇനി അതിൻ്റെ മേളിൽ ഭയങ്കരമായിട്ട് താരനുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഇപ്പം എൻ്റെ കയ്യിലുള്ള ഒരു ഷാമ്പൂ ആണിത്. ഇതൊരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തൊരു ഷാമ്പൂ ആണ്. സോ ബേസിക്കലി ഇതിലൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, കീറ്റോകൊണാസോൾ എന്ന് പറഞ്ഞിട്ടൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉള്ള പല ഷാമ്പൂസും നമ്മുടെ മെഡിക്കൽ സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് എന്താണെന്ന് വെച്ചാൽ മേടിക്കാം. പക്ഷേ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. അപ്പം ഇത് ഉള്ള ഒരു ഷാമ്പു നിങ്ങൾ മേടിക്കുക. അപ്പോൾ അത് ഡെയിലി എന്ന് വെച്ചാൽ നിങ്ങളുടെ താരൻ്റെ അളവ് പോലെ ഇരിക്കും. നിങ്ങൾക്ക് നല്ല താരനുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ തല കുളിക്കുമ്പം ഇതും ഈ ഷാമ്പൂ ഇട്ട് തല കുളിക്കുക. തല കുളിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തലയിൽ പിടിപ്പിച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് എങ്കിലും മിനിമം അതവിടെ ഇരിക്കുക. എന്നിട്ട് നിങ്ങൾ കഴുകിക്കളയുക. ഈ സംഭവം നല്ലോണം താരനുള്ളവരാണെങ്കിൽ ഒരു മാസമൊക്കെ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്യേണ്ടി വരും. പിന്നെ അപ്പോഴേക്കും താരൻ നന്നായിട്ട് കുറയും. നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. നിങ്ങൾ ഇങ്ങനെ സ്ക്രാച്ച് ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഇത് കുറയും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ ആഴ്ചയിൽ 1 പ്രാവശ്യം ആക്കുക, അങ്ങനെ ആക്കിയാൽ മതി. പക്ഷെ ബേസിക്കലി കൺസിസ്റ്റൻ്റ് ആയിട്ട് തല കുളിക്കുക. താരൻ കൂടുക എന്ന് തോന്നുന്ന ഒരു ടൈമിൽ ചിലപ്പോൾ താരൻ കൂടും, കാരണം ചിലപ്പം നമുക്ക് ചൂട് കൂടും, സ്വെറ്റ് ഉണ്ടാവും, അങ്ങനെ പല ഇതിൽ നമ്മുടെ താരൻ കൂടും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് കൺട്രോൾ ചെയ്യാം, നമുക്ക് അതിനെ ഒരു ഇതിൽ കൊണ്ടുപോകാനായിട്ട്. അപ്പം നമ്മൾ ഇങ്ങനെ കീറ്റോകൊണാസോൾ എന്ന് പറഞ്ഞൊരു ഇൻഗ്രീഡിയൻറ്റ് അത് വെച്ചിട്ടുള്ള ഒരു ഷാമ്പൂ കയ്യിൽ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടാൻ തോന്നുമ്പോൾ അതിട്ട് തല കഴുകുക. ഐ ഗ്യാരണ്ടി നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ 1 മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അത് ശരിക്കും കുറയും. അതേപോലെ താരൻ വന്നു എന്ന് വിചാരിച്ചാൽ അതോടെ തീർന്നു അങ്ങനെയൊന്നുമല്ല.
താരൻ വന്നു കഴിഞ്ഞാൽ അത് പോവാൻ കംപ്ലീറ്റ്ലി 100% വിട്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നന്നായിട്ട് തല കുളിക്കുക. നമ്മുടെ പണ്ടത്തെ പോലെ ഷാമ്പൂ ഇട്ട് നന്നായിട്ട് തല കുളിച്ച് കഴിഞ്ഞാൽ താരൻ 100% നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. അത് മാത്രമല്ല, താരൻ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുടി വളരുകയും ചെയ്യും. താരൻ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മുടി വളർച്ച കുറയും. പക്ഷെ താരൻ നന്നായിട്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ വളരാനുള്ള ഒരു കണ്ടീഷൻ നമ്മുടെ തലയിലുണ്ട്. അപ്പോൾ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. ഇതാണ് എനിക്ക് ഡെർമറ്റോളജിസ്റ്റിൽ നിന്ന് കിട്ടിയ ഒരു അറിവും പിന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും ഒക്കെ ഞാൻ പറയാമെന്ന് വിചാരിച്ചത്, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. താരനുള്ളവർ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഞാൻ ഈ ഷാംപൂവിൻ്റെ ലിങ്കും ഇൻഗ്രീഡിയൻറ്റിൻ്റെ പേരും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.